പിന്നെന്താ? പിന്നൊന്നുമില്ല. അതെ, ഒരു 150 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തരൂ. എൻ്റെ ഫണ്ടൊന്നും ഇല്ലടാ. അമ്മയുടെ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്തു തരായിരുന്നു. അമ്മ അച്ഛനോടില്ല, അമ്മ ബാംഗ്ലൂർ പോയേക്കോ. എടാ ചാർജ് തീരാറായി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവേ. ശരി എന്നാ. ഓക്കെ ബൈ. അവളുടെ വീട്ടുകാരും ഇല്ലെന്ന്. എന്നാ നീ അവക്കൊരു സർപ്രൈസ് പറ. എന്തോ സർപ്രൈസ്? എടാ നീ അവളെ വീട്ടിൽ പോയാ മതി, അത് തന്നെ സർപ്രൈസാ. എടാ നീ വാ, ഞാൻ കൂടെ ഉണ്ട്. സർപ്രൈസ് തുറക്കുന്നേ, പിടിക്കുന്നേ. എന്താ മോളു, സർപ്രൈസ് ആയോ? നീ അല്ലേ പറഞ്ഞ അവിടെ റൊമാൻറ്റിക് അല്ലെന്ന്? റൊമാൻറ്റിക് ആയോ? എടാ നീ ഇതവിടെ കയറി പോവാ. ഏകാന്തതയുടെ താഴ്വരയിൽ നീ തനിച്ചിരിക്കുമ്പോൾ ഞാനും കൂട്ടുകാരാന്ന് കരുതി. കൂട്ടിനാ? എടാ അച്ഛൻ. അച്ഛൻ്റെ അമ്മടുത്തൊക്കെ പോകാൻ പറ. അവരൊക്കെ ബാംഗ്ലൂരില്ലേ, നമ്മളെന്നെ വെറുതെ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. വൈ ഷുഡ് വി? എടാ പൊട്ടാ, അമ്മ മാത്രമേ പോയിട്ടുള്ളൂ. അച്ഛൻ കടയിൽ പോയേക്കാ, ഇപ്പൊ വരും. അച്ഛനാ? അങ്ങനെ അച്ഛനോട് ഉണ്ടാ? ചുമ്മാ അല്ലെ ഞാൻ റെഡി വരട്ടെ. ഞാൻ ഇവിടെ രാത്രി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എനിക്ക് പോട്ടെ. ഇറങ്ങി പോടാ പട്ടി. എന്ത്? കൊറ്റങ്ങര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ചുണ്ടായ പിരിവിന് എന്തെങ്കിലും സംഭാവന തരണങ്ങൾ. പിരിവിന്റെ രസീത് എന്ത്? ഇന്നലെ വൈകിട്ട് വിളിച്ചപ്പോ അവിടെ ആയിരുന്നു. അതെന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. ഇത് ഏത് ഫിൽറ്റർ? എന്ത് ഭയങ്കര മേക്കപ്പ്. എന്തെന്ന് കാണണമെന്ന് പറഞ്ഞു. ഇനി ഇൻസ്റ്റാഗ്രാമിലെ പെമ്പിള്ളാരായിട്ടുള്ള ചാറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു. മോളെ, നിന്നോടുള്ള വിശ്വാസം തോർത്താ ഞാൻ ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് നിനക്ക് തന്നേക്കുന്നു. നീ എന്നെ ചോദ്യം ചെയ്യില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആർക്കൊക്കെ അയക്കണം? ഞാൻ ആർക്കും അയക്കുന്നില്ലല്ലോ. അത് നിന്റെ ചോയ്സ്. പക്ഷെ നീ അങ്ങനെ ചെയ്താൽ നിന്നെ ഞാൻ കൊല്ലും. അത് വേറെ കാര്യം. അപ്പൊ നിനക്ക് മാത്രമല്ല. മനസ്സിലായി. നിനക്ക് എന്നെ കളയണം. അതിനു വേണ്ടി തന്നെ ഞാനും ഇന്ന് വന്നത്. നീ പോയാ വേറെ 4 എണ്ണം എന്റെ പുറകെ വരും. ഗുഡ് ബൈ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നീതുവിനെ ഒന്ന് വിളിക്കട്ടെ. ചീത്ത വിളിക്കണം അല്ലേ? ഞാൻ അന്നേ പറഞ്ഞല്ലേ, ചീത്ത വിളിച്ചിട്ട് അവിടെ നിന്ന് മതി. അതല്ലടാ, എനിക്ക് അവളില്ലാണ്ട് പറ്റുന്നില്ല. എന്തോന്ന്? നീ അല്ലേ പറഞ്ഞ അവള് പോയി കഴിഞ്ഞാൽ പുറകെ 4 എണ്ണം വരുമെന്ന്? എന്നിട്ട് എന്ത് ചെയ്യേ? ഈ ഒരാഴ്ച എങ്ങനെയാ കഴിച്ചു കൂട്ടിയെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്റെ പൊന്നളെ, ഇത് ഒരു ഒരാഴ്ചയിലെ അവള്. നീ അവളെ വിളിച്ചു നോക്കും. അവൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പൊ അവൾ നിന്നെ അക്സെപ്റ്റ് ചെയ്യും. ഹലോ നീതു. അതെ, ജോബിന് ലൈൻ സെറ്റായി. ഭയങ്കര മടുപ്പടാ. ഒരു കാമുകയൊക്കെ ഉണ്ടായിരുന്ന നല്ല രസമായിരിക്കില്ലേ? ഡെയിലി അവരടുത്ത് സംസാരിച്ച്. നിനക്ക് നല്ല രസമല്ലേ? രസം. എടാ, എൻ്റെ പ്രേമ സെറ്റായിട്ട് 2 വർഷമായി. ഈ 2 വർഷം ഞാൻ ഉറക്കം എന്താന്ന് അറിഞ്ഞിട്ടില്ല. എന്താ? രാത്രി 10:30 അവൾ ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് പോകും. പിന്നെയും വരും 12:30 ഗുഡ് മോർണിംഗും പറഞ്ഞിട്ടുണ്ട്. ഈ പായരേക്ക് നിങ്ങൾ രണ്ടും എന്തോ പറയുന്നതിന് വേണ്ടി പറയാം. കഴിഞ്ഞ ആഴ്ച രാത്രി 2 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറയാ, അവളെ വീട്ടിലെ പൂച്ച പ്രസവിച്ചു. ആ പിഴച്ച പൂച്ച ഇപ്പം 6ാമത്തെ തവണയെ പ്രസവിക്കുന്നത്. അതിന് ഞാൻ എന്നോട് ലഡു വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ അവളെ വീട്ടിൻ്റെ അപ്പുറത്തുള്ളൊരു 38 വയസ്സുള്ള ചേച്ചി പ്രഗ്നൻ്റായി. അതിന് ഞാനാണോ ഉത്തരവാദി? അല്ല. പിന്നെ എന്തിനാ അത് എന്നെ വിളിച്ച് പറയുന്നേ? അതെല്ലാം പോട്ടെ. അവളെ വീട്ടിലെ അപ്പൂപ്പ കഴിഞ്ഞ ആഴ്ച മരിച്ചു. ഞാൻ പറഞ്ഞു പോട്ടെ. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുക, നീ എന്താ കരയാത്തേന്ന്? ആ കഴുപ്പണം കെട്ട കളവൻ തെങ്ങിൻ്റെ മണ്ടേ കയറി കൈവിട്ടേന് ഞാൻ എന്തിനാണ് കരയുന്നേ? അതും പോരാത്തത്, പുറത്ത് കറങ്ങാൻ കൊണ്ടുപോയ ചായക്കടയിലൊന്നും കയറൂല. KFC, മക്ഡൊണാൾഡ്സ്, ചിക്കൻ. അവിടുത്തെ ഒരു ചിക്കൻ പീസിനുണ്ടാ 300 രൂപ. അതുകൊണ്ട് പ്രേമ സുഖപ്പണിയാന്ന് മാത്രം നീ പറയരുത്. പ്രേമമില്ലെങ്കിലും ജീവിക്കാം. പ്രേമമില്ലെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അയ്യോ, നിന്നെ ആര് പറ്റുമോ എന്തോ. ഹലോ, ആ കുഴി മുട്ട